പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ AJ സ്റ്റൈൽസ്, ഡ്രാഗൻ ലീ തുടങ്ങിയവരുടെ ടീം ദ ഊസോസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. രണ്ടാമത്തേത് നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേർ, ഹോൾ ഓഫ് ഫെയിമറായ നിക്കി ബെല്ല, ജഡ്ജ്മെൻറ്റുടെ ടീമിലെ അംഗമായ റഗിൽ റോഡ്രിഗസ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇങ്ങനെ 2 കിടിലൻ മത്സരങ്ങൾ അടുത്ത റോ എപ്പിസോഡിലേക്ക് വേണ്ടി കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിലൂടെ ജനുവരി മാസത്തിലെ ആദ്യത്തെ റോ എപ്പിസോഡിലേക്ക് പുതിയൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ മെക്സിനി ഡുപ്രി ബെക്കി ലഞ്ചിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. മെക്സിനി ഡുപ്രിയുടെ സെഗ്മെന്റ് നടക്കേണ്ട സമയത്ത് ബെക്കി ലഞ്ച് അങ്ങോട്ടേക്ക് കയറി വരികയും മെക്സിനി ഡുപ്രിയെ കളിയാക്കുകയും ചെയ്തു. തുടർന്ന് മെക്സിനി ഡുപ്രി വരുന്നതും ഇരുവരും ഒരു ചെറിയ ഫൈറ്റിലേക്ക് എത്തുന്നതും അവിടെ മെക്സിനി ഡുപ്രിക്ക് ആധിപത്യം കിട്ടുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. തുടർന്നാണ് ഈ മത്സരം ഒഫീഷ്യലി ജനുവരി മാസത്തിലെ ആദ്യ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ജിവോൺ എവൻസ് എന്ന് പറയുന്ന NXT ബ്രാൻഡിലെ റെസ്ലറിനെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ NXT കരിയർ ഓൾമോസ്റ്റ് അവസാനിക്കാൻ പോകുകയാണെന്നും അദ്ദേഹം മെയിൻ റോസ്റ്റർ കോളപ്പായിട്ട് റോ ബ്രാൻഡിൽ ജോയിൻ ചെയ്യാൻ പോകുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ ലഭിച്ചിട്ടുണ്ട്. റയോ എന്ന് പറയുന്ന ലോസ് അമേരിക്കാനോസ് എന്ന ടീമിലെ അംഗത്തിനെതിരെ ജിവോൺ എവൻസ് മത്സരിക്കാൻ ഇറങ്ങി. അദ്ദേഹത്തിന് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അതിനു മുൻപ് ജനറൽ മാനേജറായ ആദം പിയേഴ്സ് ജിവോൺ എവൻസ് ഒരു ഫ്രീ ഏജന്റ് ആണെന്നും റോയിലേക്ക് വരണം എന്നുള്ളതും ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് മൈക്കൽ കോൾ കമന്റേറ്ററും ഇതേ കാര്യം തന്നെ അദ്ദേഹത്തിന്റെ മത്സരം നടക്കുന്നതിന്റെ മുൻപും ഇടയിലും ശേഷവും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രീ ഏജന്റ് എന്നുള്ള ഒരു നിലയിലാണ് ജിവോൺ എവൻസിനെ നിലവിൽ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റോ ബ്രാൻഡിൽ ഉടനെ തന്നെ ഒരു ഒഫീഷ്യൽ കോളപ്പിലൂടെ ജിവോൺ എവൻസ് റോ റോസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചേക്കാം. നാലാമത്തെ അപ്ഡേറ്റ്, ഇന്നത്തെ റോ എപ്പിസോഡിൽ വുമൻസ് ഡിവിഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 2 മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ഒന്നാമത്തേതിൽ ആസ്ക എന്ന് പറയുന്ന വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാൾ കബൂക്കി വാരിയേഴ്സിലെ ടീം അംഗം റിയ റിപ്ലിയെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് തുടക്കത്തിലെ കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. റിയ റിപ്ലി 300 ദിവസങ്ങൾക്ക് ശേഷമാണ് പരാജയപ്പെടുന്നത്. ഒരു പിൻഫോളിലെ പരാജയം 300 ദിവസങ്ങൾക്ക് ശേഷമാണ് റിയ റിപ്ലിക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ റിയ റിപ്ലി എത്ര സ്ട്രോങ് ആയിട്ടാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ആസ്കയുടെ വിജയത്തിന് കാരണം ടാഗ് ടീം പാർട്ണറായ ഖൈറി സെയിൻ്റെ സഹായം തന്നെയാണ്. കൂടാതെ ഇയോസ്കായി റിയ റിപ്ലിയെ സഹായിക്കാൻ വേണ്ടി അവസാന നിമിഷങ്ങളിൽ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഓടി വന്ന ഒരു ഡിസ്ട്രാക്ഷൻ റിയ റിപ്ലിയുടെ പരാജയത്തിലേക്ക് നയിച്ചു. ഇയോസ്കായിക്ക് പരിക്കുള്ളതുകൊണ്ട് ഇയോസ്കായിലേക്ക് ശ്രദ്ധ പോയപ്പോൾ ആസ്ക അത് മുതലെടുത്ത് പിൻഫോളിലൂടെ റിയ റിപ്ലിയെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റിയ റിപ്ലി പരാജയപ്പെട്ടെങ്കിലും താരത്തെ സ്ട്രോങ് ആക്കി കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറി അവർ ജനുവരി മാസത്തിലെ ആദ്യ റോ എപ്പിസോഡിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് സ്റ്റോറി പോകുന്നത്. ഏത് ടീം വിജയിക്കുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. വുമൻസ് ഡിവിഷനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു സിംഗിൾസ് മത്സരം ബെയ്ലി വേഴ്സസ് ജഡ്ജ്മെൻറ്റുടെ ടീം അംഗമായ റോക്സിനി പെരസ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമായിരുന്നു. റോക്സിനി പെരസിനെ ബെയ്ലി പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ലൈറ വാൽക്കീരിയുടെ ഒക്കെ ഒരു സഹായം ബെയ്ലിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ എടുത്തു പറയേണ്ടത് ജഡ്ജ്മെൻറ്റുടെ ടീം അംഗങ്ങളായ ലിവ് മോർഗനും റഗിൽ റോഡ്രിഗസും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അതിലൂടെ കാര്യങ്ങൾ വന്നതാണ്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും ജഡ്ജ്മെൻറ്റുടെക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ റഗിൽ റോഡ്രിഗസോ അല്ലെങ്കിൽ ലിവ് മോർഗനോ ഈ ടീമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് ഉടനെ കാണാൻ സാധിച്ചേക്കാം. റഗിൽ റോഡ്രിഗസ് ഈ ടീമിന് പുറത്തേക്ക് വന്നാൽ താരത്തിന് ഒരു പുഷ് കിട്ടുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ലിവ് മോർഗൻ ഈ ടീമിന് പുറത്തേക്ക് വന്നാൽ എന്തായാലും താരത്തിന് ഗംഭീര പുഷ് കിട്ടും. റഗിൽ റോഡ്രിഗസ് ജഡ്ജ്മെൻറ്റിൻ്റെ തുടർന്നാൽ മാത്രമേ ഇപ്പോൾ കിട്ടുന്ന ഒരു സ്ക്രീൻ ടൈം കിട്ടൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വുമൻസ് ഡിവിഷന് നല്ല പ്രാധാന്യം ഇന്നത്തെ റോ എപ്പിസോഡിൽ കൊടുക്കുകയുണ്ടായി. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഗന്ധർ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ റോ എപ്പിസോഡ് പോലെ തന്നെ ഗന്ധർ വെറ്ററൻ ആയിട്ടുള്ള റെസ്ലേഴ്സിനെ കളിയാക്കുന്നതായിട്ടുള്ള ഒട്ടനവധി സെഗ്മെൻറ്റുകളും ഒട്ടനവധി രംഗങ്ങളും നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലും കാണാൻ സാധിച്ചു. പതിവ് പോലെ ഗന്ധറിൻ്റെ സെഗ്മെൻറ്റിനെ കൂവിക്കൊണ്ടാണ് ആരാധകർ വരവേറ്റത്. കൂടാതെ ഗന്ധർ CM പങ്കിനെ കളിയാക്കുന്നതും റെയിൻ മിസ്റ്റീരിയോ, AJ സ്റ്റൈൽസ് തുടങ്ങിയവർക്കെതിരെ വരുന്ന ആ ഒരു ഭാഗങ്ങളുമൊക്കെ അവർ കാണിക്കുന്നത്
കാണിക്കുന്നത് വെറ്ററൻ റെസ്ലേഴ്സിനെതിരെ ഗിന്ദർ ഇനിയും മത്സരിക്കാൻ ഇറങ്ങിയേക്കാം, അവരെ പരാജയപ്പെടുത്തിയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഗിന്ദറിനെ ഒരു ക്രൂര വില്ലനായിട്ടാണ് WWE പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ഇഷ്ടതാരങ്ങളുടെ, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വെറ്ററൻ റെസ്ലേഴ്സ്, ലെജൻഡ്സ്, അവർക്ക് എതിരെ ഗിന്ദർ മത്സരിക്കുകയും അവരെ ബ്രൂട്ടലായിട്ട് പരാജയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഗിന്ദറിൻ്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് അവർ പ്ലാൻ ചെയ്തത്. ഇനി അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും ഗിന്ദറിനെ അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് ഗിന്ദറിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് അവർ കാണിച്ചു തരുന്നത്. 6ാമത്തെ അപ്ഡേറ്റ്, ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ദ വിഷൻ ടീമിനെ വേണ്ടിയിട്ട് ഓസ്റ്റിൻ തിയറി മത്സരിക്കാൻ ഇറങ്ങുന്നതായിട്ടുള്ള ഒരു ടാഗ് ടീം മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. ഓസ്റ്റിൻ തിയറിയും ബ്രോൺസൺ റീഡും ടീം ആയിക്കൊണ്ട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക്, ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോ തുടങ്ങിയ ലെജൻസിനെതിരെയാണ് മത്സരിച്ചത്. ഓസ്റ്റിൻ തിയറി കെർബ് സ്റ്റോം എന്ന ഫിനിഷർ ഉപയോഗിച്ച് റേയെ ആക്രമിക്കുന്നതും പിൻഫോളിലൂടെ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ബ്രോൺ ബ്രേക്കർ CM പങ്കിനെ സ്പിയർ ചെയ്ത് ബ്രോൺ ബ്രേക്കർ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മൊമെൻറ്റും കാണിച്ചിട്ടാണ് റോ എപ്പിസോഡ് അവസാനിക്കുന്നത്. പങ്കും ബ്രേക്കറും തമ്മിലുള്ള സ്റ്റോറിയിൽ മൊത്തം ആധിപത്യം ഇപ്പോൾ ബ്രേക്കറിനാണ് കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ പ്രൊമോസിലായാലും ഇവർ തമ്മിലുള്ള ഫൈറ്റിലായാലും ബ്രോൺ ബ്രേക്കറിനാണ് വലിയ ആധിപത്യം കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആധിപത്യം കൊടുക്കുമ്പോൾ ആ റെസ്ലർ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് സാധാരണ സ്റ്റോറി ലൈനുകളിൽ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ നടക്കാൻ പോകുന്ന ജനുവരി മാസത്തിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ CM പങ്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അടുത്ത ആഴ്ചത്തെ ഒരു റോ എപ്പിസോഡ് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ സ്ഥിതിഗതികളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നേക്കാം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഓസ്റ്റിൻ തിയറിയെ സംബന്ധിച്ചാണ്. ഓസ്റ്റിൻ തിയറി ദ വിഷൻ ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു മെമ്പറായിട്ടല്ല, പകരം ഓസ്റ്റിൻ തിയറി അങ്ങോട്ടേക്ക് കയറി ഒരു ഓപ്പർച്യൂണിറ്റി ചോദിക്കുന്നതായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് പോൾ ഹേമനും ഓസ്റ്റിൻ തിയറിയും തമ്മിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഓസ്റ്റിൻ തിയറിക്ക് ഒരു ടാഗ് ടീം മാച്ച് കളിക്കാനുള്ള അവസരം പോൾ ഹേമൻ വെച്ചു കൊടുക്കുന്നത്. അത് ഓസ്റ്റിൻ തിയറി നല്ലതുപോലെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹം ആ ടീമിന് വിജയം നേടിക്കൊടുത്തു. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച കെർബ് സ്റ്റോം എന്ന് പറയുന്ന ഫിനിഷർ അത് മറ്റൊരു തലത്തിലുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് കൊണ്ടുപോകാൻ സാധ്യത. സെത്ത് ഓസ്റ്റിൻ തിയറിയെ ദ വിഷൻ ടീമിലേക്ക് അയച്ചിട്ട് ദ വിഷൻ ടീമിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ദ വിഷൻ ടീമിനെ തകർക്കാനുള്ള പദ്ധതിയാണോ ഓസ്റ്റിൻ തിയറിയിലൂടെ സൃഷ്ടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ആരാധകർക്കിടയിൽ വന്നിട്ടുണ്ട്. അത് കെർബ് സ്റ്റോം എന്ന ഫിനിഷർ ഓസ്റ്റിൻ തിയറി ഉപയോഗിച്ചതുകൊണ്ടാണ്. തിയറി, സെത്ത് തുടങ്ങിയവർക്കിടയിൽ ഒരു പഴയൊരു ചരിത്രമുണ്ട്. അപ്പോൾ സെത്തിനെ ആക്രമിച്ചത് ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡൊക്കെ ചേർന്നാണ്. അപ്പോൾ ഇവരെ ഒതുക്കാനും ഇവരെ തകർക്കാനും വേണ്ടി ഓസ്റ്റിൻ തിയറിയെ സെത്ത് അയച്ചതാണ് എന്നുള്ള രീതിയിലേക്ക് സ്റ്റോറി അവർക്ക് കാണിക്കാൻ സാധിക്കും. അത്തരത്തിലാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ സെത്തിൻ്റെ തിരിച്ചറിവിന് മുമ്പ് ഇത്തരത്തിലുള്ളൊരു ട്വിസ്റ്റും ടേണും അവർ നടത്തിയാൽ ഗംഭീരമായേക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് മുൻ വുമൻസ് ചാമ്പ്യൻ ആയിരുന്ന ടിഫനി സ്ട്രാറ്റൺ എന്ന് പറയുന്ന റെസ്ലർ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ 2024 ആ റെസ്ലർ ഒരു മത്സരത്തിന് മുൻപ് റിഹേഴ്സൽ ചെയ്യുന്നതിൻ്റെ ഒരു ഫുട്ടേജ് പുറത്തേക്ക് വിട്ടു. ആ റിഹേഴ്സൽ ചെയ്യുന്നതിനിടയിൽ താരത്തിന് സംഭവിച്ച വലിയൊരു മിസ്റ്റേക്ക് അത് ടിഫനി സ്ട്രാറ്റൻ്റെ കരിയർ അവസാനിക്കേണ്ട ഒരു മൊമെൻറ്റിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷേ റിഹേഴ്സൽ ആയതുകൊണ്ട് മാത്രം ടിഫനി സ്ട്രാറ്റന് കഴുത്തൊടിയാതെ രക്ഷപ്പെട്ടതായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ഒരു ഭാഗമാണെന്ന് പറഞ്ഞാലും തെറ്റി പറയാൻ സാധിക്കില്ല. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. ടിഫനി സ്ട്രാറ്റൺ 2024 എടുത്ത ആ ഒരു റിസ്ക്, ഈ ഒരു മൂവ് താരം ആ മത്സരത്തിലും ചെയ്തു. ഏത് മത്സരത്തിന് വേണ്ടിയിട്ടാണോ ഇത് റിഹേഴ്സ് ചെയ്തത് ആ മത്സരത്തിലും ടിഫനി സ്ട്രാറ്റൺ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ടിഫനി സ്ട്രാറ്റനെ നമുക്കറിയാം അക്രോബാറ്റിക് അത്ലറ്റിക്കുമായിട്ട് നല്ല രീതിയിൽ റിസ്ക് എടുക്കുന്ന റെസ്ലറാണ്. താരത്തിന് കുറേയധികം ബാക്ക് പെയിനും ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ട്. നിലവിൽ ആക്റ്റീവ് അല്ല. എന്തായാലും ടിഫനി സ്ട്രാറ്റൺ വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഫുട്ടേജാണ് താരം ഇന്നലെയോ രാത്രിയോടുകൂടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.